ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അത് ദൈവം തന്നെയാണ്. അതിൽ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ആ 9 സ്വഭാവങ്ങളാണ് ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. അത് മുഖ്യം. ഈ 9 സ്വഭാവങ്ങൾ ദൈവത്തിൻ്റെതാണ്. ദൈവം സ്നേഹമാകുന്നു. മനുഷ്യർ ക്രിസ്തു സ്നേഹമാകുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കണം. എന്നാൽ അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു. അപ്പോൾ ദൈവിക സ്വഭാവങ്ങൾ വെളിപ്പെടുത്താനായി ക്രിസ്തുയേശു ലോകത്തിലേക്ക് വന്നു. ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നു. പുത്രൻ ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന പുത്രൻ തൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവിക സ്വഭാവം താൻ വെളിപ്പെടുത്തിയത് മനുഷ്യനിലും വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ആ മനുഷ്യൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെതായി തീരുകയാണ്. ദൈവം, ദൈവപുത്രൻ, ദൈവപുത്രനെ പോലെയുള്ളവർ, ദൈവം കാരണഭൂതൻ, ദൈവപുത്രൻ യേശുക്രിസ്തു, സഭ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പോലെയുള്ളവർ. ഇതാണ് അതിൻ്റെ ക്രമം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വസ്തൻ എന്നുള്ള വിഷയമാണ്. എന്താണ് വിശ്വസ്തത? വിശ്വസ്തതയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട്, മനുഷ്യൻ്റെ വിശ്വസ്തതയുണ്ട്. ദൈവം വിശ്വസ്തനാണ്, അതുപോലെ മനുഷ്യനും വിശ്വസ്തനായിരിക്കണം. മനുഷ്യൻ വിശ്വസ്തനായിട്ട് എണ്ണണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? ഏതൊക്കെ കാര്യങ്ങളിലാണ് അവൻ വിശ്വസ്തത കാണിക്കേണ്ടത്? ഇത് നമ്മളിന്ന് അവൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ ഒന്നാമത് ചിന്തിക്കുന്ന വിഷയം അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അവിടെ വചനത്തിൽ നാം കാണുകയാണ്, കർത്താവിനെ ശുശ്രൂഷിക്കണം. എന്തിനു വേണ്ടി? കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ ശുശ്രൂഷിക്കുന്നവനിരിക്കും. യേശുവിനെ ശുശ്രൂഷിക്കുന്നവൻ യേശു ഇരിക്കുന്നിടത്തിരിക്കും. യേശുവിനെ ശുശ്രൂഷിക്കണമെങ്കിൽ എന്തു വേണം? യേശു ശുശ്രൂഷ കൊടുക്കണം. യേശു ശുശ്രൂഷ കൊടുക്കണം. ശുശ്രൂഷ കൊടുക്കുന്നത് ആര് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, വായിച്ചു കേട്ടത്, ആത്മാവിനാൽ കൃപാവരങ്ങളെ കൊടുക്കും. എന്നാൽ അത് ശുശ്രൂഷയല്ല. ശുശ്രൂഷ കൊടുക്കുന്നത് യേശുവാണ്, കർത്താവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, കർത്താവ് തൻ്റെ ആത്മാവിനാൽ കൃപാവരങ്ങൾ കൊടുക്കും. ആ കൃപാവരങ്ങൾ കൊണ്ട് അത്ഭുത പ്രവൃത്തികളും അനവധി വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്യും. ഇത് ചെയ്തതിന് ശേഷം ദൈവം നോക്കി ഇതിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവപുത്രനായ യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നവൻ ശുശ്രൂഷ പരമേൽപ്പിക്കുകയുള്ളൂ.
അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും സുവിശേഷകന്മാരായിട്ടും ഇടയന്മാരായിട്ടും നിയമിച്ചു. 5 ശുശ്രൂഷ കർത്താവ് ഫലമേൽപ്പിക്കുകയാണ്. അപ്പോൾ കൃപാവരങ്ങൾ മനുഷ്യർക്ക് ലഭിക്കാൻ എളുപ്പമാണ്. ആത്മാവിനെ പ്രാപിക്കാനും ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ പ്രയാസമെന്ന് പറയുന്നത് ശുശ്രൂഷ പ്രാപിക്കാനാണ്. ശുശ്രൂഷ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വസ്തനാകണം. എവിടെ വിശ്വസ്തനാകണം? ഒന്നാമത് വിശ്വസ്തനാകേണ്ടത് ദൈവം ശക്തി കൊടുക്കും. ഒരു ധനവാനായ ഒരു മനുഷ്യൻ തൻ്റെ കീഴിലുള്ള 2 ദാസന്മാർക്ക് ഒരു നിശ്ചിത സംഖ്യ വെച്ച് കൊടുത്തു. അവരോട് അതുകൊണ്ട് ക്രയവിക്രയം ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചു. ഇവരതുകൊണ്ട് പല കാര്യങ്ങളും ആ പ്രസ്ഥാനത്തിന് വേണ്ടി, അവരായിരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തു. ഇവർ 2 പേരും ചെയ്ത പ്രവൃത്തി 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഉടമസ്ഥൻ അവർ 2 പേരെയും വിളിച്ചു. 2 പേരും ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരുവൻ ചെയ്ത പ്രവൃത്തി അത് തൃപ്തികരമായി കണ്ടില്ല. എന്നാൽ ഒരുവൻ തനിക്ക് ലഭിച്ച പണം കൊണ്ട്, അധികാരം കൊണ്ടും വളരെ സൂക്ഷ്മതയോടും ബുദ്ധിയോടും കൂടി ആ പ്രസ്ഥാനത്തിനും മാത്രമല്ല ഏവർക്കും അതിൻ്റെ ഉടമസ്ഥനും അവരുടെ കുടുംബത്തിനും മനുഷ്യർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമാറ് ആ ശക്തിയും അവന് കൊടുത്ത അധികാരവും പണവും ഉപയോഗിച്ചതായി കണ്ടു. അവനെ തൻ്റെ സകല ആ പ്രസ്ഥാനത്തിൻ്റെ സകല പ്രവർത്തനങ്ങൾക്കും മേലാക്കി അധികാരിയാക്കി നിയമിച്ചു. ഇതുപോലെ വിശ്വാസത്തിലേക്ക് വന്നാൽ അവന് അടുത്ത ദിവസം ശുശ്രൂഷ കൊടുക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനായിട്ട് ആദ്യം കൊടുക്കുന്നത് ശക്തിയാണ്, ദൈവശക്തിയാണ്. ദൈവശക്തി എന്ന് പറയുന്നത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പഠിക്കുന്നത് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ പാർപ്പീൻ. പരിശുദ്ധാത്മാവ് മാത്രമല്ല, പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലും ഉണ്ട് പരിശുദ്ധാത്മാവ്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവസഭ പ്രാപിച്ചിരിക്കേണ്ട പരിശുദ്ധാത്മ എന്ന് പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചത്, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുതിയ നിയമത്തിൽ പ്രാപിക്കുന്ന ആത്മാവിൻ്റെ പ്രത്യേകതയാണ് ശക്തി, സ്നേഹം, സുബോധം. ഈ 3 കാര്യങ്ങൾ അടങ്ങിയ ആത്മാവിനെയാണ് മനുഷ്യൻ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിശ്വാസത്തിലേക്ക് വന്നവന് ദൈവം തൻ്റെ ആത്മാവിനെയും കൊടുത്തു, ആ ശക്തിയും കൊടുത്തു, അധികാരവും കൊടുത്തു, എല്ലാം കൊടുത്തു. കൊടുത്തതിന് ശേഷം കർത്താവ് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ അവധി ആകുമ്പോഴേക്കും ഇവന് കൊടുത്ത ശക്തി കൊണ്ട് ഇവൻ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവൻ യുക്തമായ രീതിയിൽ വ്യവസ്ഥയോടുകൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുമാറ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷകനാക്കും. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ എന്നാണ്. അതാണ് അവൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്, മന്ത്രിയുടെ സ്ഥാനമാണ്, ശ്രേഷ്ഠമായ സ്ഥാനമാണ്. അത് വരുന്നവർക്കും പോകുന്നവർക്കും കൊടുക്കാനുള്ളതല്ല, അത് അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ്. ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്നും 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് സത്യത്തെ വെളിപ്പെടുത്തുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശുശ്രൂഷ ഉണ്ടെങ്കിൽ അധൈര്യമില്ല, ഭയമില്ല. കാരണം അത് അധികാരത്തിൻ്റെ അടയാളമാണ്. അത് ദൈവം കൊടുക്കുന്നതാണ്, ക്രിസ്തുയേശു കൊടുക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് ഇവന് ഈ ശുശ്രൂഷ കൊടുക്കാൻ കാരണം എന്താ? അവൻ വിശ്വസ്തനെന്ന് തെളിഞ്ഞതുകൊണ്ടാണ്. അവൻ എങ്ങനെ വിശ്വസ്തനെന്ന് തെളിഞ്ഞു? അവൻ ദൈവശക്തിയിൽ വിശ്വസ്തനെന്ന് തെളിഞ്ഞു. ദൈവശക്തി അവൻ ആർക്ക് കൊടുത്തു? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു. അതാ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിച്ചത്.
ആത്മാവ് ഒന്ന്, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്ന്. കൃപാവരങ്ങൾ കൊടുത്തു. ആരുടെ മേലെങ്കിലും കൈവച്ചാൽ അവന് സൗഖ്യമാകണം. മരിച്ചവനെ മേൽ അവനെ ഉയർപ്പിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണം. ഇങ്ങനെ വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കൃപാവരം ഈ ശുശ്രൂഷ കൊടുക്കുന്നത്, ശക്തിയുടെ ശുശ്രൂഷ കൊടുക്കുന്നത്. ഈ ശക്തിയുടെ ശുശ്രൂഷ ലഭിച്ചാൽ, അതിൽ വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ, അത് ദൈവം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇവൻ ദൈവശക്തി ലഭിച്ചിട്ട് അതൊരിക്കലും അത് അന്യായ കാര്യങ്ങൾക്കോ ജഡത്തിൻ്റെ കാര്യങ്ങൾക്കോ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കോ ദൈവസഭയ്ക്ക് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾക്കോ ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്നതാണ് ശുശ്രൂഷ. എന്നാൽ അനേകർക്ക് ഈ ഒരു അധികാരത്തിൻ്റെ ഈ ഒരു ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രവർത്തന ശൈലികളും അവരുടെ സകല സ്വഭാവങ്ങളും തന്നെ മാറുകയാണ്. ബലിയാമിന് ശുശ്രൂഷ അല്ല കൊടുത്തത്, ബലിയാമിന് കൊടുത്തത് ശക്തിയാണ് കൊടുത്തത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും കൊടുത്തു, ശക്തിയുടെ ശുശ്രൂഷയും കൊടുത്തു. കൃപാദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബലിയാം ആരെയെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ഫലിക്കും. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പലപ്പോഴും പല സംസാരങ്ങളും കേട്ടിട്ടുണ്ട്. ബലിയാം ഇസ്രായേലിനെ ശപിച്ചാൽ ഫലിക്കുമോ? ഫലിക്കില്ല എന്ന്. അങ്ങനെയല്ല, ഫലിക്കും. ശപിക്കാതിരിക്കാൻ ദൈവം തടുത്തതാ. എന്നാൽ ഞാൻ അവനെ തടുത്തു എന്നാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ വായ കൊണ്ട്, അവനാ കൊടുത്ത ദൈവശക്തി കൊണ്ട് ഇസ്രായേലിനെ ശപിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനത് ഫലിക്കും. അത് വരാതിരിക്കാൻ ദൈവം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിനെയും ദൈവശക്തിയെയും കൊടുത്തതാണ് ബലിയാമിന്. ബലിയാം അതുകൊണ്ട് എന്ത് ചെയ്തു? ബലിയാം അതുകൊണ്ട് ചെയ്തത് പ്രാർത്ഥിക്കും, മറ്റുള്ളവരെ അനുഗ്രഹിക്കും, ആവശ്യം വന്നാൽ ശപിക്കും. ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്യും. കാരണം അതിനു വേണ്ടിയിട്ട് അനീതിയുടെ കൂലി ആ മനുഷ്യൻ കൊതിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ന്യായമായിട്ട് കൊതിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവൻ ഉപജീവനം, അവൻ്റെ ജീവനം അതുകൊണ്ട് ലഭിക്കുന്നുവെങ്കിൽ ഒരു ദോഷവുമില്ല. കർത്താവിൻ്റെ വചനം നമ്മെ അതിനനുവദിക്കുന്നുണ്ട്. എന്നാൽ അതല്ല, അനീതിയുടെ കൂലി, അതായത് താൻ ഒരു സമ്പത്തിൽ ദൃഷ്ടി വെച്ചതിന് ശേഷം ആ സമ്പത്ത് ലഭിക്കാൻ തന്നിലുള്ള ശക്തി ദോഷകരമായി അതിനെ ഉപയോഗിക്കുമ്പോഴാണ് അനീതിയുടെ കൂലിയായിത്തീരുന്നത്. അത് കൊതിച്ചു. കാരണം ജാതീയ രാജാവായ ബാലാക്ക് രാജാവ് തൻ്റെ പ്രഭുക്കന്മാരെ ഈ പ്രവാചകൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു, ബലിയാമിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. ബലിയാമിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ആരാ വരുന്നതെന്ന് ഓർക്കണം. ഇന്ന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി തൻ്റെ മന്ത്രിമാരിൽ ഒരാളെ, തന്നെ ധനമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിടുക ഒരാളുടെ അടുക്കിലേക്ക്, ഒരു കർത്താരദാസൻ്റെ അടുക്കിലേക്ക്. എനിക്ക് ഇന്ന സഹായം വേണമെന്ന് പറയുമ്പോൾ വെറുതെ അല്ല വരുന്നത്, സമ്പത്തുമായിട്ടാണ് വരുന്നത്. ഈ ബലിയാം തന്നെ പിന്നീട് ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം. എന്താണ്? നീ എന്താ ഞാൻ വിളിച്ചപ്പോൾ വരാതിരുന്നത്? നിന്നെ ബഹുമാനിക്കാൻ എനിക്ക് കഴിയില്ലേ? നിന്നെ ബഹുമാനിക്കാൻ എനിക്ക് കഴിയില്ലേ? ആരാ ചോദിക്കുന്നത് ഓർത്തുകൊള്ളണം. ബാലാക്ക് രാജാവാണ് ചോദിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഒരു അംശം ബലിയാമിന് കൊടുത്തു കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ല. അത്രമാത്രം അധികാരമുള്ളൊരു രാജാവാണ് അയച്ചിരിക്കുന്നത്. ബാലാക്ക് രാജാവ് മോശമൊന്നുമല്ലായിരുന്നു. പലരും കാണും. അതായത് പിന്നീട് ഇബ്താഹ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മോവാബ് രാജാവായ ബാലാക്കിനേക്കാൾ നീ യോഗ്യനാണോ എന്ന് അന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവ് തന്നെയാണ്. ആ രാജാവാണ് അയച്ചിരിക്കുന്നത്. അയച്ച് സമ്മാനവുമായിട്ട് പ്രശ്ന ദക്ഷിണയായിട്ട് സമ്മതം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടപ്പോൾ ബലിയാം അന്തിച്ചുപോയി. ബലിയാം, ഇത് തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ദൃഷ്ടി വെച്ചു. അനീതിയുടെ കൂലി ചോദിച്ചു. അനീതിയുടെ കൂലി ചോദിച്ചതോടുകൂടി താൻ അവരെ ശപിക്കാൻ വേണ്ടി കർത്താവിനോട് ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചു, പോകരുതെന്ന് പറഞ്ഞു.
അടുത്ത് പിന്നെയും ചോദിച്ചു. അതിനേക്കാൾ ശ്രേഷ്ഠന്മാരെ ബാലാക്ക് രാജാവ് പറഞ്ഞു വിട്ട്. വന്നപ്പോഴേക്കും അവർ വന്നപ്പോഴേക്കും ഒന്നുകൂടെ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്നെ വേണ്ടേ? ഇവൻ പോകും എന്നുള്ളത് കണ്ടപ്പോൾ, എന്നാ നീ പോ, പക്ഷെ ഞാൻ പറയുന്നതേ നിന്റെ വാഗൊണ്ട് പറയാവോ? നീ വേറെ ഒന്നും കയറി പറയരുത്. അങ്ങനെ സമ്മതിച്ച് ഇവൻ പോകാനിടയായി തീർന്നു. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ശപിക്കാൻ പോയ ആ മനുഷ്യൻ, എങ്ങനെ ആ മനുഷ്യര് തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളോട് എണ്ണപ്പെടുന്നില്ല, മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്ന ആ ജനം നോക്കിയപ്പോൾ ഏകദേശം 6 ചതുരശ്ര മീറ്ററിൽ 6 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വിസ്താരത്തിൽ പരന്നു കിടക്കുകയാണ്. ഒരു ദേശം മുഴുവനും, ഒരു രാജ്യം തന്നെയാണ് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അവനെ നോക്കിയപ്പോൾ അവരെ ദൈവം നടത്തിക്കൊണ്ട് പോവുക, അവരെ ശപിക്കാൻ പോകുന്നത്. ഒരു പ്രശ്നം എവിടെയെന്നറിയാവോ? അവരെ നടത്താൻ അവരുടെ ദൈവം അവരോടൊപ്പം ഉണ്ട്. അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ബിലെയാമിൻ്റെ ശുശ്രൂഷയ്ക്കും ശക്തിക്കും കൊടുത്തേക്കണേ. അതുകൊണ്ട് അതിനെയാണ് ശപിക്കാൻ പോകുന്നത്. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ദർശനം എന്ന് പറയുന്നത്. ഒരാളെ കുറ്റം പറയുമ്പോഴും വിധിക്കുമ്പോഴും ശപിക്കുമ്പോഴും മനുഷ്യൻ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. ദാവീദ് പറയുന്ന പോലെ, അവർ എൻ്റെ നേരെ വരുന്നു, അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല. ഒരാൾ എനിക്കെതിരെ എനിക്ക് ശത്രുവായിട്ടും എന്നെ ഉപദ്രവിക്കാനും എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഉടനെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്നെ നോക്കുന്നത്, ഇതെന്താ ഇയാൾ എൻ്റെ നേരെ വരാനുണ്ടായ കാരണം? ഒരിക്കലും എനിക്കെതിരില്ലാത്ത ഒരാൾ എൻ്റെ നേരെ വരാനുണ്ടായ കാരണം എന്താ? നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് അവൻ്റെ വലത്ത് ഭാഗത്ത് നോക്കണം, അവൻ്റെ മുമ്പിൽ നോക്കണം. അവൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ദൈവമല്ല, ഇവനെ എൻ്റെ നേരെ കൊണ്ടുവന്നിരിക്കുന്ന ആൾ വേറെയാണ്. അവിടെയാണ് ദാവീദിന് നിശ്ചയം വന്നത്. ദാവീദ് നോക്കുമ്പോൾ ശൗല് തനിക്കെതിരെ വരുന്നു. ശൗലിൻ്റെ മുമ്പിൽ നോക്കിയപ്പോൾ ശൗലിൻ്റെ മുമ്പിൽ ദൈവമില്ല. അപ്പം തന്നെ ദാവീദിന് സമാധാനമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അനുവദിച്ചിട്ടല്ല ഇത് വരുന്നത്, ദൈവത്താലല്ല എന്നെ ഈ കഷ്ടപ്പെടുത്തുന്നത് ദൈവത്താലല്ല എന്ന് മനസ്സിലായി. ഉടനെ തന്നെ ദാവീദ് അതിനെ വ്യവസ്ഥ പ്രകാരം അതിനെ നേരിട്ടു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരിക്കൽ ശിമെയി തനിക്കെതിരെ തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടുക. അങ്ങനെ തലയിൽ തുണിയിട്ട് കരഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ ശിമെയി എന്ന് പറഞ്ഞ ആൾ വന്നു. അവൻ കല്ല് വാരി വലിച്ചെറിഞ്ഞ് ദാവീദിൻ്റെ മേൽ. അതിൻ്റെ ഇപ്രകാരം പറഞ്ഞു, നീച്ച, നീ പോ, ശൗലിൻ്റെ ഗൃഹത്തിൻ്റെ രക്തമാണെന്ന് എന്നോട് ചോദിക്കുന്നത് എന്ന് കഠിന ശാപത്തോടെ ഇവനെ ശപിച്ചു. ശൗല് പുറകെ നടന്നതാ കൊല്ലാനായിട്ട്. അപ്പോൾ ശൗലിൻ്റെ മുമ്പിൽ നോക്കിയപ്പോൾ അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടില്ല. ശൗലിന് മുമ്പാകെ ദൈവമില്ല. തന്നെ ശപിക്കുന്ന ശിമെയിയെ നോക്കി, ശിമെയിയുടെ മുമ്പിലേക്ക് നോക്കിയപ്പോൾ, അയ്യോ, ദൈവം പറഞ്ഞിട്ടുണ്ട് അവനോട്, ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട് അവനോട്. നീ ദാവീദിനെ ശപിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം കൽപ്പിച്ചിട്ടാവൻ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവം അവൻ്റെ മുമ്പാകെ ഉണ്ട്. അപ്പം ഞാൻ അതിനെ എതിരിടാൻ പാടില്ല. അപ്പോൾ ദാവീദിനെ ശിമെയി ശപിക്കുന്നത് കണ്ടപ്പോൾ അബീശായി എന്ന് പറയുന്നവൻ ചോദിച്ച്, എൻ്റെ യജമാനായ രാജാവിനെ, അഭിഷിക്തനെ ശപിക്കാൻ ഇവൻ ആരാ? ഞാൻ ചെന്ന് ഇവനെ വെട്ടിക്കളയാം, അവനെ ഞാൻ കൊന്നുകളയാം എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? സെരൂയയുടെ പുത്രന്മാരെ, നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത്? നീ ചെന്ന് ദാവീദിനെ ശപിക്കുക എന്ന് ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുക. അതാണ് അവൻ വരുന്നത്. അവൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് അവനോട് എതിരിടാൻ പാടില്ല. നോക്കണം, ഒരു മനുഷ്യൻ്റെ ദർശനമാണ്. തനിക്കെതിരെ ആര് വന്നാലും ആ വരുന്നവൻ്റെ മുമ്പിൽ അവർ ദൈവത്തെ സാക്ഷി നിർത്തിയാണോ വരുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരമാണോ വരുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ വരുന്നതെന്ന് ചോദിച്ച് അന്വേഷിച്ചറിയേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ജനത്തിനുണ്ട്.
അങ്ങനെ നോക്കിയപ്പോൾ ഈ ബലയാം ഇസ്രായേലിനെ ശപിക്കാനായിട്ട് വന്ന്, അപ്പോൾ ദൈവം അവനെ തടുത്തു. നമ്മളിവിടെ ചിന്തിക്കുന്നത്, ഈ ബലയാമിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ചു. ഓർക്കണം, അവൻ ഈ കൃപ കൊടുത്ത ദൈവത്തെ ഇന്ന് അവൻ ഭാരപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ അവനെ ഏൽപ്പിച്ച, ഈ ശക്തി അവനെ ഏൽപ്പിച്ച ദൈവത്തെ അവൻ പരീക്ഷിക്കുകയാണ്, ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അവൻ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ വിശ്വസ്തനല്ല. ഇത് ദൈവത്തിൻ്റെ ജനത്തിന് എല്ലാവർക്കും ബാധകമാണ്. ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവും ദൈവശക്തിയും പ്രാപിച്ച അനേക കോടിക്കണക്കിന് ജനം വിശ്വാസ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഇതിൽ വിശ്വസ്തത തെളിയിച്ചാൽ ഇവർക്ക് അധികാരത്തിൻ്റെ ശുശ്രൂഷ കൊടുക്കണം. അതിനുവേണ്ടി ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അനേകർ താങ്കളുടെ വ്യക്തിപരമായ ലാഭത്തിനും ജീവിതത്തിനും അനീതിയുടെ കൂലി കൊതിച്ചുകൊണ്ട് ലോകത്തിൽ വിവിധ മാർഗങ്ങളിലേക്ക് തങ്ങളുടെ ജഡത്തിന് വേണ്ടി ചിന്തിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്നും അനേകർക്ക് ദൈവം വെച്ചിരിക്കുന്ന ശുശ്രൂഷ കിട്ടാതെ വണ്ണം അവരുടെ ജീവിതം, ആത്മീയ ജീവിതം അസ്തമിച്ചു പോവുക. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെയും തൻ്റെ ശക്തിയെയും എന്നിലേക്ക് തന്നു. ആ ശക്തി, ആ ആത്മാവിനെ ക്രിസ്തുയേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും അടിമമോഹത്തിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്താൽ നിങ്ങൾ ജഡത്തിന് മറയാക്കരുത്, ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ആ ലഭിച്ച ആത്മാവും ലഭിച്ച ശക്തിയും കൊണ്ട് ഏറ്റവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നതും യുക്തി തരുന്നതുമായ വഴികളിൽ കൂടി തന്നെ നടന്നുകൊള്ളണം. കാരണം ശുശ്രൂഷ ഇതുവരെ പ്രാപിച്ചിട്ടില്ല. ഈ ഘട്ടം കഴിഞ്ഞ് ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയാലേ ശുശ്രൂഷ തരുള്ളൂ. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അത് കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപ വൃഥാവായി പോയില്ല. ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല, ഒരുത്തിനോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, യാതൊരു അനീതിയുടെ കൂലിയെ കൊതിച്ചിട്ടില്ല. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വചനത്തിൽ പഠിക്കുകയാണ്. അങ്ങനെ അപ്പോസ്തലനായ പൗലോസിനെ വിശ്വസ്തനെന്ന് എണ്ണി. കർത്താവിൻ്റെ വചനം പറയുന്നത് അടുത്ത ഘട്ടമാണ് ശുശ്രൂഷ. വിശ്വസ്തന്മാർക്ക് ലഭിക്കുന്ന പദവിയാണ് ശുശ്രൂഷ. ആ ശുശ്രൂഷയാണ് അപ്പോസ്തലനായ പൗലോസ് പ്രാപിച്ചത്. ഇന്നും ദൈവത്തിൻ്റെ സഭയിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? വിശ്വസ്തന്മാരുണ്ടോന്ന്. അതിനു വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ദൈവശക്തി കൊടുക്കുന്നു. നമ്മൾ വിശ്വാസത്തിലേക്ക് ആദ്യം വന്നവരുടെ സാക്ഷിയൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ ഇന്ന കാര്യത്തിന് പോയി, അത് ദൈവം സാധിപ്പിച്ചു തന്നു. ഞാൻ ഇന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് കർത്താവ് സാധിപ്പിച്ചു തന്നു. ഇതൊക്കെയും നമ്മൾ കാണുകയാണ്. എന്നാൽ അനേകർ ആ ലഭിച്ച ആ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോയി അവിശ്വസ്തരെന്ന് എണ്ണി ശുശ്രൂഷ ലഭിക്കാതെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന കൃപയൊക്കെ നഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ അസ്തമിച്ചു പോയ കാഴ്ചയാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാനുള്ളത്. എന്നാൽ ലഭിച്ച ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ശക്തിയും ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ച് വിവേകത്തിൽ അതിനെ ഉപയോഗിച്ച് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ ശുശ്രൂഷ പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. ശുശ്രൂഷ പ്രാപിച്ചാലോ? അങ്ങനെ ശുശ്രൂഷ പ്രാപിച്ചവർക്കാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ ഉപായം പ്രയോഗിക്കാതെ സത്യം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇതിനൊക്കെയും ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ശുശ്രൂഷയുടെ ഏറ്റവും മുഖ്യമായ ഉദ്ദേശമാണ് സത്യം വെളിപ്പെടുത്തുക എന്നുള്ളത്. ഇന്ന് ലോകം മുഴുവനും ഈ പരമസത്യം അറിയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ അതിന് സാധിക്കുന്നില്ല. കാരണം ശുശ്രൂഷ വേണം. ശുശ്രൂഷയിൽ കൂടി അറിയിച്ചാൽ മാത്രമേ ഈ സത്യം ലോകത്തിൽ വെളിപ്പെടുകയുള്ളൂ. ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ വിശ്വസ്തനാകണമെങ്കിൽ ദൈവം മുന്നമേ കൊടുത്ത ആത്മാവും ശക്തിയും കൊണ്ട് വിശ്വസ്തയോടെ
അത് വ്യാപാരം ചെയ്തിരിക്കണം. അല്ലാത്തവർക്കൊന്നും ശുശ്രൂഷ കൊടുക്കുകയില്ല, അവർ സത്യം അറിയിക്കുകയില്ല. വെറുതെ പ്രസംഗിക്കാമെന്ന് മാത്രം. ലോകത്തിലെവിടെയും സുവിശേഷവും അവിടെ പ്രസംഗങ്ങളും അവിടെ ഉപദേശങ്ങളും പഠനങ്ങളും പഠിത്തങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ സത്യം മാത്രം അറിയില്ല. സത്യം ഇന്നും മറഞ്ഞിരിക്കുന്നു. സത്യം വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം വചനം പറയുന്നത് ശുശ്രൂഷ വേണം. അത് വേണമെങ്കിൽ വിശ്വസ്തത വേണം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.